അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് RGB ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂറത്തേക്ക് നിർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പട്ടിച്ചറക്കാൻ വേണ്ടിയിട്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സുകാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡെമോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡെമോ ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ ഡെമോ കുറച്ച് ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകും. എന്താ പട്ടിച്ചോ അതന്നെ. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ നമ്മളതങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ വീടിന് പെയിൻറ് അടിക്കണം. ഏത് പെയിൻറ് അടിക്കണം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ദാസപ്പനാണെന്നുണ്ടെങ്കിൽ ലൂസ് മോഷൻ പിടിച്ചിട്ട് അവിടെ വീട്ടിൽ കിടക്കുന്നുണ്ട്. ഇന്നലെ എന്തൊക്കെയോ അടിച്ചു വാരി കയറ്റിയിട്ടുണ്ട്. അതാണ് എങ്ങനെ. അതുകൊണ്ട് വീഡിയോ ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിച്ചൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ്. അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നേക്കുന്നത് ഒരു ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാട്ടിലെന്ത് ഫോർച്യൂണർ, ബീച്ചിലെന്ത് ഫോർച്യൂണർ, ബീച്ചിൽ തന്നെയാണ് എന്താ ഫോർച്യൂണർ കിടക്കുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പണ്ടെന്തോ ആക്സിഡന്റ് ആയ ഒരു കാറാണ്. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ആൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആളാണ് എനിക്ക് വിളിച്ചത്. അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഈ സാധനമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഡാമേജ് ആയ കാറാണ്, പക്ഷേ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലാണ്. ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഏകദേശം അടിച്ചു പോയിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ ഫുള്ള് പൊടിഞ്ഞ് കിടക്കുന്ന സാധനമായിരുന്നു. അപ്പോൾ ഇതെടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് മോഡിഫൈഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബെന്നിയുടെ വർക്ക്ഷോപ്പ് കൊണ്ടിട്ട് നേരാക്കിയിട്ട് നമുക്ക് എന്തായാലും ഇത് ആൾക്ക് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി വർക്ക്ഷോപ്പിൽ വിടാം. എല്ലാവരും നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കണ്ടത്ത് കൂടി എപ്പോഴും വണ്ടി എടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടുകാരെ മുമ്പിൽ കൂടെ പോകുമ്പോൾ എന്തോ പോലെയാണ് കേസ് ഇതുമാതിരി വണ്ടി തൊട്ട്. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ സമയം ലാഭിക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. അതുകൊണ്ട് ഈ മറ്റേ കണ്ടത്ത് കൂടെ വണ്ടി ഓടിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അയ്യോ, ആരടിച്ചിട്ടു. അത് കുഴപ്പമൊന്നുമില്ല. ഒന്നും പറ്റിയില്ലല്ലോ. പറ്റിയിട്ടില്ല, ആയിക്കോട്ടെ. അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ കാർ ഷോറൂമിക്ക് വേഗം പോവുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ചായിരുന്നു. അവിടെ ആണെന്നുണ്ടെങ്കിൽ കാർസൊക്കെ വേഗം സെയിലായി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആരോ നമുക്കൊരു സ്പെഷ്യൽ പവർ തന്നിട്ടുണ്ട്. നമ്മൾ മേടിച്ച് വെക്കുന്ന കാറ്, അതായത് നമ്മൾ ബുക്ക് ചെയ്ത അത്രയോ കാറ് മേടിക്കുള്ളൂ. അത് കൂടെ 2-3 കാറ് മേടിച്ച് വെക്കത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ വെറുതെ മേടിച്ച് വെച്ചിട്ട് മറ്റേ ചായ ഉണ്ടാക്കേണ്ട നേരത്ത് ചായ കുടിക്കാൻ തോന്നൂല എന്നൊക്കെ പറഞ്ഞ അവസ്ഥയായി. നിങ്ങൾക്കൊന്നും മനസ്സിലായാലും എനിക്കറിയാം. അതാണ് അതിൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെന്നി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ സാധനമൊക്കെ എടുത്ത് കൊണ്ടുപോയി. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈക്സും കാർസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ 5 റോൾസ് റോയ്സ് ആണ് എത്തിയിട്ടുള്ളത്. 5 റോൾസ് റോയ്സും ബുക്കഡാണ്. പിന്നെ 2 അയാബൂസ് വന്നിട്ടുണ്ട്. അതിലൊരു അയാബൂസ് ബുക്കഡാണ്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെലികോപ്റ്ററും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫ്യൂച്ചർ ബൈക്കും അപ്പുറത്ത് കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ നിഞ്ച അല്ല, ഒരു ഫ്യൂച്ചർ ബൈക്ക് അല്ല, 2 ഫ്യൂച്ചർ ബൈക്ക്. പിന്നെ നിഞ്ച 2 എന്തോ കിടക്കുന്നുണ്ട്. ഏതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഷോറൂമിൽ നല്ല രീതിക്ക് റോൾസ് റോയ്സ് സെയിലാവുന്നുണ്ട്. എന്താ പറയുക, ഈ റോൾസ് റോയ്സ് ഈ ഷോറൂമിൻ്റെ അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഞാൻ എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ നമ്മളെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ ബെന്നി പുതിയതായിട്ട് ഒരു നിഞ്ച H2R എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് അതിൽ ആക്സിലേറ്റർ ഒക്കെ വർക്ക് ആവുന്നുണ്ടോ നോക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ശരി, ബൈ ബൈ. ഇനിയിപ്പോൾ നോക്കിക്കണ വേഗം പോയി കടന്നുറങ്ങണ ചെറുക്ക.